ശ്രീനഗറിൽ സ്ഫോടനമെന്ന റിപ്പോർട്ട്. ശ്രീനഗറിൽ സ്ഫോടനമെന്നൊരു റിപ്പോർട്ട് വരുന്നു. ബസന്ത്, കൂട്ടിച്ചേർക്കാൻ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? ഇപ്പോൾ ശ്രീനഗറിന് മുകളിൽ വലിയ തോതിൽ സ്ഫോടനങ്ങളുണ്ട് എന്നുള്ളൊരു വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും ഈ വിഷയത്തിൽ വന്നിട്ടില്ല. ശ്രീനഗറിൽ ഇന്ന് രാവിലെ തന്നെ ഇരു വ്യോമസേനകളും തമ്മിലുള്ള വലിയൊരു പോരാട്ടം അല്ലെങ്കിൽ ഡോഗ് ഫൈറ്റ് ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിലാണ് പാകിസ്ഥാൻ്റെ 2 പോർ വിമാനങ്ങൾ തകർന്നു എന്നുള്ള വിവരം വന്നിരുന്നത്. ഇക്കാര്യം ഔദ്യോഗികമായി ഇന്ത്യ ഇക്കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അതായത് വിമാനങ്ങൾ തകർന്നു, അതോടൊപ്പം തന്നെ പൈലറ്റുമാർ പിടിയിലായി എന്നുള്ള തരത്തിൽ ഇപ്പോൾ വീണ്ടും ശ്രീനഗറിൻ്റെ മുകളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ശ്രീനഗർ ജമ്മു മേഖല കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ ഇന്ന് രാവിലെ തന്നെ ഇന്നലെ രാത്രിയും ആക്രമണങ്ങൾ നടത്തിയത്. പ്രത്യേകിച്ച് വ്യോമാക്രമണങ്ങൾ, പോർ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കടന്ന് ഉദ്ധംപൂർ അടക്കമുള്ള ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ ആക്രമിക്കാനുള്ള നീക്കം നടത്തിയത് എന്ന് നേരത്തെ തന്നെ ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ തടയുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഏതാനും ഉപകരണങ്ങൾക്കും മറ്റും കേടുപാട് പറ്റി എന്നുള്ളതല്ലാതെ ഉദ്ധംപൂർ സ്റ്റേഷൻ വളരെ സുരക്ഷിതമാണ് എന്നാണ് ഇപ്പോൾ സേന വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അവാന്തിപുരയിലും ശ്രീനഗറിലുമൊക്കെ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ ഇപ്പോഴും അവിടെ സമാനമായ അല്ലെങ്കിൽ ആ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അഭിലാഷ്, ശ്രീനഗറിൽ എയർ റെയ്ഡിന് ശ്രമിച്ചിരുന്നു പാകിസ്ഥാൻ. ഏതായാലും ഇപ്പോൾ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നതായ വിവരങ്ങൾ വരുന്നുണ്ട്. നേരത്തെ ഒരു ഡ്രോൺ ദാൽ തടാകത്തിലേക്ക് തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ശ്രീനഗർ അടക്കമുള്ള ജമ്മു കാശ്മീരിലെ എല്ലാ നഗരങ്ങളും ഹൈ അലർട്ടിലാണ്. പാകിസ്ഥാനിൽ ഇന്ത്യ ഇന്ന് രാവിലെ കനത്ത ആക്രമണമാണ് നടത്തിയത്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട എയർ ബേസുകൾ നൂർഖാൻ, റഹിമിയാർ ഖാൻ, റഫീഖി, മുരീദ്, സിയാൽകോട്ട് അടക്കം ഇന്ത്യ ആക്രമിച്ചിരുന്നു. റാവൽപിണ്ടിയിലെ കേന്ദ്രമാണ് ഏറ്റവും പ്രധാനം. റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്തിന് സമീപത്ത് തൊട്ടടുത്തുള്ള കേന്ദ്രത്തിലേക്കുള്ള ആക്രമണമായിരുന്നു.